ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരു ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഹോൾ ചിക്കൻ 1.5 കിലോയുടെ ഒരു ഹോൾ ചിക്കന് സിമ്പിൾ മാരിനേഷനിൽ ബാച്ചിലേഴ്സിനും ആർക്ക് വേണമെങ്കിലും എളുപ്പത്തില് ഒരു വെറൈറ്റി ഈ വർഷം ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ എന്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോയേക്കാം. വായോ. വളരെ സിമ്പിളായിട്ട് ഹോൾ ചിക്കൻ റോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് ഇപ്പം കാണിക്കുന്നത്. നമുക്ക് ഈ നൈഫിൻ്റെ അറ്റം കൊണ്ടൊന്ന് കുത്തി കൊടുക്കാമേ. അങ്ങോട്ടെല്ലാം ഇതൊക്കെ ഒന്ന് ബട്ടറും അതുപോലെ ഗാർലിക്കിൻ്റെ ഒക്കെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങിക്കോളേ. നമ്മൾ സിമ്പിൾ മാരിനേഷൻ ആണെങ്കിൽ അത് ഉള്ളിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിപ്പോട്ടെ, അതിനാണ് ഇങ്ങനെ ചെയ്തത്. കോഴിയോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഫോർക്കിട്ട് ഒന്ന് കുത്തി കൊടുത്താലും മതിയേ. ഇനി നമുക്ക് ആദ്യം കുറച്ച് ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത പെപ്പറാണ്. പെപ്പറ് അതുപോലെ തന്നെ നല്ലൊരു കഷ്ണം ബട്ടറ്. ആ ബട്ടർ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സോൾട്ട് തൂവി കൊടുത്തു. പിന്നെ ലെമൺ ജ്യൂസ്, ഫ്രഷ് ലെമണാണ്. ലെമൺ ജ്യൂസൊക്കെ ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇത് ഫ്രഷ് ഗാർലിക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് പെപ്പർ പൗഡറ്, ഫ്രഷ് പെപ്പർ പൗഡർ നിങ്ങൾക്ക് വെളുത്തുള്ളി ജസ്റ്റ് ചതച്ചെടുത്താലും മതി. ഇവിടെ എനിക്ക് ഗാർലിക് പൗഡർ ഇരിപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. ഈ ബട്ടറും എല്ലാം ഒന്ന് ഫുള്ള് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഹെർബ്സ്, മിക്സഡ് ഹെർബ്സോ റോസ്മേരിയോ ഫ്രഷ് റോസ്മേരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇത് റോസ്മേരി, ഉണങ്ങിയ റോസ്മേരിയാണ് ഇത് ബോട്ടിലിൽ. ഫ്രഷായിട്ട് ആരുടെ അടുത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ഈ ഹോളിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് ഈ ഇത് കണ്ടോ ഗാർലിക്ക്, അതുപോലെ തന്നെ നമ്മൾ ജ്യൂസ് പിഴിഞ്ഞെടുത്തതിൻ്റെ ഈ ലെമണ് ഇവിടേക്ക് വെച്ച് കൊടുക്കും. അതുപോലെ തന്നെ 1-2 പൊട്ടറ്റോ അതെല്ലാം ഇവിടെയൊക്കെ ഒന്ന് ഞാൻ വെച്ച് കൊടുക്കും. അതെല്ലാം നല്ല കുക്കായി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്, നമുക്ക് കഴിക്കാനും കൊള്ളാം അതെല്ലാമേ. അപ്പം ഈ 2 സൈഡിലും ഈ ഹോളിലേക്ക് നമ്മൾ കുറച്ച് പൊട്ടറ്റോയും അതുപോലെ തന്നെ ഫ്രഷ് ഗാർലിക്ക് ചതച്ചതാണ് അതെല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം. എൻ്റെ ട്രൈപോഡ് സ്ക്രൂ ലൂസ് ആയതുകൊണ്ട് ഞാൻ ഒരു കൈ പിടിച്ചാണ് ഈ മാരിനേഷൻ ഇടുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആരും ഇല്ല വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയേ, അതുകൊണ്ട് ഞാൻ ഒരു കൈ പിടിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇടയ്ക്ക് ഇത് ഫോൺ മാറ്റി വെച്ചിട്ട് ഞാൻ ഫുള്ളായിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയും ഇതിങ്ങനെ മേളിൽ വെച്ച് കൊടുക്കും ഈ ബട്ടറ്. അതുപോലെ തന്നെ വേറെ ഈ ബട്ടർ 2ആയിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലും ഒന്ന് വെച്ച് കൊടുക്കും 2 സൈഡിലും. അപ്പോൾ അതൊക്കെ കുക്കായി കഴിയുമ്പോഴത്തേക്ക് ഈ മീറ്റിന് നല്ലൊരു ഗ്ലേസിങ്ങും നല്ലൊരു ടേസ്റ്റും ഒക്കെ കൊടുക്കും. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് കവർ ചെയ്ത് നമുക്കൊരു 4 മണിക്കൂറെങ്കിലും വെക്കണം. വെച്ചിട്ടാണ് ഞാൻ ഓവനിൽ വെക്കാൻ പോകുന്നത്. എയർ ഫ്രയറിലാണ് വെക്കുന്നത്, ഇന്ന് ഓവനിലല്ല. അപ്പം ഞാനിത് ഓവനകത്തേക്ക് ഇത് എയർ ഫ്രയറിൻ്റെ ട്രേക്കകത്ത് എടുത്ത് വെച്ച്, ഇത് 1.5 കിലോയേ ഉള്ളൂ. ഒരുപാട് വലിയ കോഴിയാണെങ്കിൽ നമ്മൾ സാധാരണ ഓവനിൽ ട്രേക്കകത്ത് വെക്കണേ. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. ആ കോഴിയുടെ മുകളിൽ ഞാനൊരു ബട്ടർ വെച്ചിട്ടുണ്ട്. അത് മെൽറ്റായിട്ട് അത് അതേലെല്ലാം മൊത്തം അതേലോട്ടൊന്ന് സ്പ്രെഡ് ആയിക്കോളുവേ. ഇതിപ്പോൾ ഞാൻ ചിക്കൻ്റെ ഓപ്ഷൻ പ്രസ് ചെയ്തപ്പം 200 ഡിഗ്രിയാണ് സെൽഷ്യസ്. അതുപോലെ തന്നെ 25 മിനിറ്റാണ് വന്നത്. 25 മിനിറ്റ് ഇതിൽ തന്നെ ഞാൻ ഓൺ ചെയ്യുവാണ്. 25 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ടേൺ ഓവർ ചെയ്യാം. അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ. ഇപ്പം 20 മിനിറ്റിനാണ് നമ്മൾ ഈ എയർ ഫ്രയർ സെറ്റ് ചെയ്തത്. ഇപ്പം 20 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഇവിടെ ഞാനൊരു കഷ്ണം ബട്ടറൊക്കെ വെച്ചിരുന്നതൊക്കെ മെൽറ്റായി. അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് നല്ല ഗോൾഡൻ കളറൊക്കെ ആയി. ഇത് ഇനി ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഒരു സൈഡ് ടേൺ ചെയ്ത് എന്നിട്ട്
ഒരു ചെറിയ കഷ്ണം ബട്ടറൂടെ വെച്ച് കൊടുത്തു. കുറച്ച് ലെമൺ പീസുകളും ഗാർലിക്കും ഒക്കെ വെച്ചു. ഇതെല്ലാം കുക്കാവുമ്പോൾ ഇതിൻ്റെ എല്ലാം ഫ്ലേവർ ചിക്കനിലോട്ട് പിടിക്കും. നല്ല റോസ്റ്റായി വന്നപ്പോഴേ ഇതിൽ ഞാൻ കുറച്ച് കുരുമുളകും നാരങ്ങാനീരും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേ. അതാ നല്ല ഇത് മുരിഞ്ഞിരിപ്പുണ്ട് ഇപ്പം. ഇതിപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഇപ്പം മൊത്തത്തിൽ 44 മിനിറ്റായി. ഇനി ഒരു 10 മിനിറ്റ് കൂടെ അടുത്ത സൈഡിലൂടെ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ ഫൈനൽ സ്റ്റേജ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല 1 അവർ എടുത്തു മൊത്തത്തിൽ ടേൺ ചെയ്ത് ഇട്ട് കൊടുത്തു. ഓരോ 20 മിനിറ്റ് ആകുമ്പോഴേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും നാരങ്ങാനീരും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഞാനൊരു കുറച്ച് കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാതെ. നല്ല അടിപൊളിയായിട്ട് റോസ്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഡിന്നറിനാണ് എല്ലാവരും ഇത് കഴിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊട്ടറ്റോയൊക്കെ കുക്ക് ചെയ്യാം. ഞാൻ കുറച്ച് പൊട്ടറ്റോ മാത്രമേ വെച്ചുള്ളൂ. നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾ വേണേലും ഇതിൻ്റെ കൂടെ ഇട്ട് കുക്ക് ചെയ്യാം. അതാണ് ഞാൻ പറയാൻ വന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആ നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ നാരങ്ങയുടെ തോടൊക്കെ വെച്ചു. അതെന്തിനാണെന്നോ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഫുള്ള് ഇതേ പിടിക്കും, നാരങ്ങയുടെയും അതുപോലെ ഗാർലിക്കിൻ്റെയൊക്കെ. അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതേ ഒരു രക്ഷയില്ല മക്കളെ. നല്ല അടിപൊളി നല്ലൊരു ആരോമ ടേസ്റ്റ്. അത് ആ റോസ്മേരിയുടെയും ആ ഗാർലിക്കിൻ്റെയും പെപ്പറ് ലെമണ് അതിൻ്റെയൊക്കെ പിന്നെ ആ ബട്ടറൂടെ തിരിച്ചു കൊടുത്തില്ലേ നല്ല. അപ്പോൾ എത്ര ഈസി ആയിട്ടായത് മാരിനേഷൻ, സിമ്പിൾ മാരിനേഷൻ. അപ്പം ഈ വർഷത്തെ ക്രിസ്മസിന് ഒരു വെറൈറ്റി നിങ്ങളും ചെയ്യണം. ഇതേ റെസിപ്പി നിങ്ങൾ ഉപയോഗിച്ചിട്ട് അഭിപ്രായം പറയണം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്. താങ്ക് യു. ബൈ നൗ. ബൈ.